അഴിമതിയും സാമ്പത്തിക തട്ടിപ്പും പുറത്തുവന്നതിനു പിന്നാലെ കനത്ത തിരിച്ചടിയാണ് അദാനി നേരിടുന്നത്. അദാനി ഗ്രൂപ്പുമായുള്ള സംരംഭങ്ങളിൽ നിന്നും കൂടുതൽ വ്യവസായ ഭീമന്മാർ പിൻവാങ്ങുകയാണ്. ഫ്രാൻസ് ഊർജ്ജ മേഖലയിലെ ഭീമനായ ടോട്ടൽ എനർജീസ് കൂടുതൽ സഹകരണത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചു. ആരോപണങ്ങളിലും അവയുടെ അനന്തരഫലങ്ങളിലും വ്യക്തത വരുന്നതുവരെ പദ്ധതികളിൽ കൂടുതൽ പണം മുടക്കില്ലെന്നാണ് കമ്പനി അറിയിച്ചത്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ 19.75% ഓഹരികളുടെ ഉടമ ടോട്ടൽ എനർജീസ് ആണ്. കോഴ വിഷയം പുറത്തുവന്നതിനു പിന്നാലെ കെനിയ അദാനി ഗ്രൂപ്പുമായി ധാരണയിലെത്തിയ 2 പദ്ധതികൾ റദ്ദാക്കിയിരുന്നു. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കരാറുകൾ പുനഃപരിശോധിക്കുമെന്ന് ബംഗ്ലാദേശും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അദാനിയുമായി ഉണ്ടാക്കിയ എല്ലാ ഊർജ്ജ വിതരണ കരാറുകളും ആന്ധ്ര സർക്കാർ റദ്ദാക്കിയേക്കും. കരാറിന്റെ എല്ലാ ഫയലുകളും പുനഃപരിശോധിക്കുമെന്ന് ധനമന്ത്രി പയ്യാവുല കേശവ് പറഞ്ഞു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഊർജ്ജ വിതരണ കരാറാണ് ആന്ധ്ര സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുണ്ടായിരുന്നത്. 7 ജിഗാവാട്ട് സോളാർ പവർ അദാനി ഗ്രൂപ്പ് ആന്ധ്രയിലെ ഊർജ്ജ വിതരണ കമ്പനികൾക്ക് നൽകുന്നതായിരുന്നു കരാർ. 4 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലും ഊർജ്ജ വിതരണ കരാറുകൾ ലഭിക്കാൻ അദാനി ഗ്രൂപ്പ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വൻ കോഴ നൽകിയെന്ന റിപ്പോർട്ടാണ് US അധികൃതർ പുറത്തുവിട്ടത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.